നോർമൽ ആൻജിയോപ്ലാസ്റ്റി ആയിട്ട് എന്താണ് ഇത് വേറിട്ട് നിൽക്കുന്നത് എന്താണ്? നോർമൽ ആൻജിയോപ്ലാസ്റ്റി ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സിമ്പിളായിട്ട് നമ്മളൊരു കത്തീറ്റർ വഴി ബലൂൺ കൊണ്ടുപോയി ബ്ലോക്കിനെ നീക്കി സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇന്ന് സാധാരണ ആളുകൾക്കൊക്കെ അറിയുന്ന ഒരു പ്രൊസീജിയറായി മാറിയിരിക്കുകയാണ്. പക്ഷേ ചില സാഹചര്യത്തിൽ ഇപ്പോൾ ബ്ലോക്കുകൾ വളരെ കഠിനമായ ബ്ലോക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബലൂൺ കൊണ്ട് നീക്കാൻ പറ്റാത്ത, സ്റ്റെൻറ്റ് കൊണ്ട് നീക്കാൻ പറ്റാത്ത ബ്ലോക്കുകളുണ്ടാവും. അത് നമ്മൾ ഈ കാൽസിഫൈഡ് ബ്ലോക്ക്സ് എന്നൊക്കെ പറയും, അതൊന്ന്. പിന്നെ ബൈപ്പാസ് സർജറിയൊക്കെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, എന്നിട്ട് ആ ബൈപ്പാസിനകത്ത് വീണ്ടും ബ്ലോക്ക് വരിക, അങ്ങനത്തെ ഒരു സാഹചര്യം. അതേപോലെ സ്റ്റെൻറ്റിങ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, വീണ്ടും സ്റ്റെൻറ്റിനകത്ത് ബ്ലോക്ക് വരിക എന്നീ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ കഠിനമായ ബ്ലോക്കുകളുടെ നീക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പുതിയ നൂതന സംവിധാനമാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി. ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി ആക്ച്വലി ഈ ചെറിയൊരു കത്തീറ്റർ 1 മില്ലിമീറ്റർ മാത്രം ഡയമീറ്ററുള്ള അത്ര നേരിയ ഒരു കത്തീറ്ററാണ്. ഇതിൻ്റെ അകത്തുകൂടെ നമ്മൾ ഈ ലേസർ രശ്മികളെ ഈ ബ്ലോക്കിൻ്റെ അകത്തേക്ക് തുളച്ച് കയറി ഈ ബ്ലോക്കിനെ മെൽറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ബ്ലോക്കിനെ ഇല്ലാതെ നമ്മൾ അലിയിക്കുക എന്ന് പറയില്ലേ, ആ മെറ്റീരിയൽ പോലും പിന്നെ അവിടെ കാണാനുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ കഠിനമായ ബ്ലോക്കുകളും നമുക്ക് അനായാസം ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏത് പ്രായത്തിലുള്ളവർക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? ഇത് ആക്ച്വലി എല്ലാ പ്രായത്തിലും ഇതിനൊരു പ്രായവ്യത്യാസമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ കഠിനമായ ബ്ലോക്കുകൾ അധികം കാണുന്നത് പ്രായം കൂടുതലുള്ള ആളുകളിലാണ്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ ചെറിയ പ്രായത്തിലും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത്തരം ആളുകൾക്കൊക്കെ സാധാരണ ഒരു കഠിനമായ കാൽഷ്യമോ അല്ലെങ്കിൽ വളരെ ടഫായിട്ടുള്ള ബ്ലോക്കുകളോ ആയിരിക്കില്ല. അത് നമുക്ക് സിമ്പിൾ ആൻജിയോപ്ലാസ്റ്റിയിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രായം കൂടുമ്പോഴാണ് ഈ ബ്ലോക്കുകളൊക്കെ കാൽസിഫൈഡ് ആവുക, വളരെ ടഫായിട്ട് മാറുക. അത്തരം കേസുകളിൽ ഇത് കൂടുതൽ ഉപകാരപ്പെടും. ഈ കാലപ്പഴക്കം ചെന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്തുകൊണ്ട് കുറേ കാലമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാതെ ശരീരത്തിൽ കിടക്കുന്ന ബ്ലോക്കാണ്? എക്സാക്ട്ലി. എന്ന് വെച്ചാൽ ഞങ്ങൾ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. 3 മാസത്തിലധികം ഒരു രക്തക്കുഴൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോക്കായി കിടന്നാൽ അതിന് ഞങ്ങൾ CTO എന്ന് പറയും, ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ എന്ന് പറയാം. അത് ഞങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ അത്തരം ബ്ലോക്കുകൾ റീ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പൈപ്പിനകത്ത് എന്തെങ്കിലും ഒന്ന് കുടുങ്ങി, ഒരു ചളിയോ മറ്റോ കുടുങ്ങി പൈപ്പ് അടഞ്ഞു പോയാൽ നമുക്ക് ഇനിഷ്യൽ പീരീഡ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് ചെറിയൊരു കോല് കൊണ്ട് തന്നെ അത് കുത്തി അങ്ങ് നീക്കാൻ പറ്റും. നേരെ മറിച്ച് അത് മാസങ്ങളോളം കിടന്ന് അത് ഉറച്ചു പോയി ഒരു സിമെൻ്റൊക്കെ അടഞ്ഞ പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് സാധാരണ നമ്മൾ കുത്തിയാൽ നമുക്കത് നിർത്താൻ പറ്റില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. എന്നതുപോലെ ഇവിടെ ഹാർഡിന് ബദലായിട്ട് ഈ ടെക്നോളജി കൊണ്ട് ഈ ഹാർഡായിട്ടുള്ള ബ്ലോക്കുകളെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇതിന് എത്ര ദിവസം ഹോസ്പിറ്റലൈസ് ആവേണ്ട ആവശ്യമില്ല? ഇതിന് സൈഡ് എഫക്റ്റ് ആണല്ലോ ലേസർ യൂസ് ചെയ്യുന്നുണ്ട്? അതെ, ഇത് സാധാരണ രീതിയിൽ നമ്മുടെ സാധാരണ ആൻജിയോപ്ലാസ്റ്റി പോലെ തന്നെ ഉള്ളൂ. ആ ഒരു ദിവസത്തെ നമ്മളൊരു ഒബ്സർവേഷനും അടുത്ത ദിവസം 2ാമത്തെ ദിവസം നമുക്ക് സാധാരണ ആൻജിയോപ്ലാസ്റ്റി പോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. രോഗിയെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെ മുറിവോ അല്ലെങ്കിൽ വേറെ കലയോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു ടെക്നോളജി ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ കഠിനമായ ആൻജിയോപ്ലാസ്റ്റിയെ സിമ്പിളാക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ 2ാമത്തെ ദിവസം തന്നെ രോഗിക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്, ഡിസ്ചാർജ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു കോസ്റ്റ് സാധാരണ രീതിയിലൊരു ടെക്നോളജിക്കൽ അതിൻ്റെ ഒരു കോസ്റ്റ് ഒരു അഡീഷണൽ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി 1 lakh rupees ആണ് ഇതിന് അഡീഷണൽ ആയിട്ട് ചിലവ് വരുന്നത്. ഡോക്ടർ പറഞ്ഞ കാൽസ്യം കംപ്ലീറ്റ് ക്ലിയർ ആവുന്ന ഒരു ടെക്നോളജിയാണ് പറഞ്ഞത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ലോകത്തുള്ളതിലും ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാകുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണോ? എക്സാക്ട്ലി. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അധികം ബ്ലോക്കുകൾ, കഠിന ബ്ലോക്കുകളൊക്കെ ഒന്നും ആലോചിക്കാറുണ്ടായിരുന്നില്ല. എല്ലാവരെയും ഓപ്പൺ ഹാർട്ട് സർജറിക്കാണ് വിട്ടിരുന്നത്. പക്ഷേ ഈ നമ്മൾക്ക് സയൻസ് ഡെവലപ്പ് ആകുന്നതോട് കൂടിയിട്ട് പുതിയ ടെക്നോളജി, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞങ്ങളിവിടെ ഈ ഹോസ്പിറ്റലിൽ തുറന്നതിന് ശേഷം തന്നെ ഒരുപാട് ടെക്നോളജികൾ വന്നു. ഞങ്ങളൊരു കാർഡിയാക് സെൻറ്റർ ആയതുകൊണ്ട് എല്ലാ ടെക്നോളജികളും ഞങ്ങളിവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് റോട്ടബ്ലേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അത് കാൽഷ്യത്തിനെ ഇങ്ങനെ ചിപ്പ് ചെയ്യുന്ന ഇതാണ്, അത് ഡ്രില്ല് ചെയ്തിട്ട് ഒരു വഴി ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതേപോലെ IVL എന്ന് പറഞ്ഞിട്ട് വേറെ ടെക്നോളജി ഉണ്ട്, ബലൂൺ വെച്ച് വേവ്സ് വെച്ചിട്ട് കാൽഷ്യത്തിനെ പൊട്ടിക്കുന്ന ടെക്നോളജി. അപ്പോൾ എന്നതുപോലെ അതിൻ്റെ ഏറ്റവും നൂതനമായിട്ടും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടും പിന്നെ കമ്പയർ ടു പ്രീവിയസ് ടെക്നോളജി കൂടുതൽ സേഫറുമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത്. അങ്ങനെയാണ് ഇത് വന്നത്. ഞാൻ ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫ, കോഴിക്കോട്ടെ മെട്രോമെഡ് നാഷണൽ കാർഡിയാക് സെൻ്ററിലെ ചീഫ് കാർഡിയോളജിസ്റ്റും അതിൻ്റെ ചെയർമാൻ കൂടിയാണ്.